ലിസി പ്രിയദർശൻ ദമ്പതികൾ സെപ്റ്റംബർ 7-ന് വേർപിരിയും. കേസ് ഇന്ന് ചെന്നൈ കുടുംബ കോടതി പരിഗണിച്ചെങ്കിലും പ്രിയദർശൻ വരാത്തതിനാൽ തീർപ്പാക്കാനായില്ല. ഇരുവരും പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചന ഹർജി നൽകിയതെങ്കിലും പ്രിയദർശനെതിരെ ലിസി നൽകിയ ഗാർഹിക പീഡന കേസ് അടക്കമുള്ളവ ഇപ്പോഴും എഗ്മോർ കോടതിയുടെ പരിഗണനയിലാണ്. ഈ കേസുകളിൽ കൂടി ഒത്തുതീർപ്പായാൽ മാത്രമേ പ്രിയദർശൻ കോടതിയിൽ ഹാജരാകാൻ ഇടയുള്ളൂ എന്നാണ് സൂചന. അല്ല, ഇന്ന് ഞങ്ങളുടെ മ്യൂച്വൽ പെറ്റീഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. 6 മാസത്തെ കൂളിംഗ് പീരിയഡ് കഴിഞ്ഞിട്ട് ഇന്ന് രണ്ടുപേരും കോടതിയിൽ അപ്പിയർ ചെയ്ത് അഫിഡവിറ്റ് സൈൻ ചെയ്താൽ ഡിവോഴ്സിൻ്റെ അതായിരുന്നു. പക്ഷെ ഇന്ന് മിസ്റ്റർ പ്രിയദർശൻ വരാത്തത് കൊണ്ട് അടുത്ത 7th പോസ്റ്റ്പോൺ ചെയ്തു. സെപ്റ്റംബർ 7th. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9 വർഷം മുമ്പുള്ള ഒരു വാർത്തയാണിത്. അതായത് പ്രിയദർശൻ ലിസി ദമ്പതികൾ വേർപിരിയുന്നു. ഈ വയസ്സാങ്കാലത്ത് ഇവർക്ക് ഏതിൻ്റെ കേടാണ് എന്തിൻ്റെ കേടാണ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. അതുമാത്രവുമല്ല, ലിസിയാണ് പ്രിയദർശൻ്റെ ഭാഗ്യം എന്നൊക്കെ പലരും പുകഴ്ത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ലിസി പറയുന്നത്, എനിക്കിനി മനുഷ്യനെ വേണ്ട, എനിക്കിനി മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല, ഇയാൾ അത്രയും വൃത്തികെട്ടവനാണ്. ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ലിസി അങ്ങ് പബ്ലിക്കായിട്ട് പറഞ്ഞ് പിന്നീട് കേസും കൊടുത്ത് ഇനി തന്നെ എനിക്ക് വേണ്ടടോ എന്ന് പറഞ്ഞ് വലിച്ചു ചാടിപ്പോയി. പ്രിയദർശന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പ്രിയദർശൻ പറഞ്ഞു, എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ നിനക്ക് തരാം, നീ എൻ്റെ കൂടെ വരണം. മോഹൻലാൽ ഇടപെട്ടു, സുരേഷ് ഗോപി ഇടപെട്ടു, സുരേഷ് കുമാർ ഇടപെട്ടു, മേനക ഇടപെട്ടു. പക്ഷെ എല്ലാവരോടും പറഞ്ഞത്, ലിസി എനിക്ക് ഈ മനുഷ്യനുമായിട്ട് ഇനി ഒത്തുപോകാൻ കഴിയില്ല. മോഹൻലാലൊക്കെ ഇടപെടുകയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അറിയാലോ. ലാലേട്ടനോട് പോലും പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് അയാളുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല. ഏതായാലും വളരെയധികം വിഷമത്തോടു കൂടിയിട്ടാണ് ലിസിയെ അന്ന് പ്രിയദർശൻ ഉപേക്ഷിച്ചത്. വേറൊരു ഗതിയുമില്ല, ഒരു ഇതുമില്ല. മക്കളാണെങ്കിൽ രണ്ടുപേർക്കും, മക്കളുടെ ഉത്തരവാദിത്തം രണ്ടുപേർക്കുമുണ്ട്. മക്കൾ പിന്നീട് പഠിച്ചു. മൂത്ത മകനാണെങ്കിൽ വിവാഹം കഴിഞ്ഞു, മകളാണെങ്കിൽ സിനിമയിൽ നല്ല തിളക്കമുള്ള വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സമയം ഇപ്പോഴവർക്ക് രണ്ടുപേർക്കും തോന്നുന്നത് എന്താണെന്നറിയാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഒന്നും കൂടി ഒന്നിച്ചേക്കാം. അതായത് 9 വർഷത്തിന് ശേഷം ഒന്നും കൂടി ഒരുമിച്ചേക്കാം. സിബി മലയിലിന്റെ മകന്റെ കല്യാണം, ആ കല്യാണത്തിന് വന്ന എല്ലാവരും ഞെട്ടിപ്പോയി. ഇതേ കിടക്കുന്ന പ്രിയദർശനും അതുപോലെ തന്നെ ലിസിയും കൈയൊക്കെ പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ നടന്നു വരുന്നു. ഇതെന്തടേ വെള്ളേരിക്ക പട്ടണ? അതായത് 9 വർഷം മുമ്പ് ഒരു മനുഷ്യന്റെ പേരിൽ ഇല്ലാത്തതോ ഉള്ളതോ ആയ കേസും കൊടുത്തേ അങ്ങനെ ആ മനുഷ്യനെ അന്ന് വേണ്ട എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇപ്പോഴും വന്നിട്ട് അയാളുമായിട്ട് ഒത്തുപോകാൻ ഞാൻ തയ്യാറാണ്. ഇത് വേറെ ഒന്നുമല്ല. എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ, പ്രിയദർശൻ ഇനി വേറെ കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു സംശയം വന്നിട്ടുണ്ട്. പ്രിയദർശനെങ്ങാനും ഇനി കെട്ടിക്കഴിഞ്ഞാൽ അയ്യോ തൻ്റെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളൊരു സംശയമായിരിക്കാം. അങ്ങനെയുള്ള ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇതിൻ്റെ പുറകിൽ എന്നാണ് നമുക്കെല്ലാം തോന്നുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമുക്ക് ഒരുമിക്കാം, എന്താ ഇനി അങ്ങോട്ട് വേറെ ഒന്നും നടക്കൂലേ? ഇത്രയും നാൾ പറഞ്ഞ എന്താ, പ്രിയദർശൻ ശരിയല്ല, അയാൾ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ശരിക്കും വിവാഹമോചനം നേടിയത്. ഇനി എന്താ പ്രിയദർശൻ നല്ലതായിട്ടുണ്ടോ? ഇനി പ്രിയദർശൻ എന്താ നിങ്ങളെ ദ്രോഹിക്കൂലേ? അപ്പൊ ഇതൊന്നുമല്ല. ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ വിവാഹമോചനം കഴിഞ്ഞ് പല ആൾക്കാർക്കുമുള്ളൊരു ചിന്ത തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലം കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾ വെറുതെ വിവാഹമോചനം നേടി, അതായത് അവളുമായിട്ട് എങ്ങനെയെങ്കിലും ഒത്തുപോകാമായിരുന്നു. ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിച്ചാലാന്ന് ചില ആൾക്കാർക്ക് തോന്നും, അയ്യോ പഴയ ഭാര്യ തന്നെയാണ് നല്ലത്, ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോയല്ലോ എന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ പ്രിയദർശൻ്റെയും ലിസിയുടെയും കാര്യം. എന്താണെന്ന് വെച്ചാൽ, പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ലിസിക്ക് പിന്നീട് തോന്നുന്നത് എങ്ങനെയെങ്കിലും പ്രിയദർശൻ്റെ അടുത്ത് തിരിച്ചെത്തണം, അതിനെന്താണ് മാർഗം എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാതെ ഇവന്മാർക്ക് വേറെ എന്തിൻ്റെ കേടാണ്? പൈസയുണ്ട്, ഫെയിമുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. പിന്നെ എന്നിട്ടും പറയുകയാണ് അയ്യോ ഗാർഹികം എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ മണ്ടന്മാരാക്കി എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇങ്ങനെ കുറേ ഊളകളുണ്ട് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നത്. പ്രിയദർശൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകൻ തന്നെയാണ്, ശരിയാണ്. അതുപോലെ ലിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം. പക്ഷെ ഇവരുടെ ഇടയിൽ എന്താ സംഭവിച്ചതെന്നും നമുക്കറിയില്ല. നമ്മൾ ലിസിന്റെ ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ലിസിയെ ക്രൂരമായിട്ട് ഇയാൾ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ലിസി നുണ പറഞ്ഞതാണെന്ന് ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലാവുകയാണ്. അതായത് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഇവർ പല എന്താ പറയുക കള്ളക്കഥകളും ഉണ്ടാക്കുന്നു പറഞ്ഞ പോലെ തന്നെയാണ്. ഒന്നുകിൽ ലിസിക്ക് വേറെ എന്തെങ്കിലും, അതായത് ആരെങ്കിലും കല്യാണം കഴിക്കണമെന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രിയദർശൻ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കണമെന്നുണ്ടായിരിക്കാം. അങ്ങനെ ഇത് രണ്ടും നടക്കാത്തത് കൊണ്ട്, അതായത് മക്കളെ നോക്കിയിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം, അല്ലെങ്കിൽ പ്രിയദർശൻ കാത്തിരിക്കുകയായിരിക്കും ലിസി എന്നെങ്കിലും തൻ്റെ അടുത്ത് വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയദർശൻ വേറെ കല്യാണത്തിനൊന്നും പോയില്ല.
പക്ഷേ ലിസി വേറെ കല്യാണം കഴിക്കും എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത്. പക്ഷേ ലിസിയും ഇതുവരെ അങ്ങനെ ഒരു ബന്ധത്തിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഒത്ത സ്ഥിതിക്ക് ഇനി ഒരു കാര്യം ചെയ്യുക, നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. അതായത് ഇനി നാളെയും വന്നിട്ട് ഞങ്ങൾ പിരിയുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദൈവത്തെ ഓർത്തിട്ട് പറയിക്കരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ വരാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാം. എന്തിനാണ് ഈ പബ്ലിക്കായിട്ട് എന്നെ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നത്? നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മഞ്ജു വാര്യറും ദിലീപും ഡിവോഴ്സായി. അവരെവിടെയെങ്കിലും പിന്നെ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ആ കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടിയ മഞ്ജു നമ്മൾ കണ്ടതല്ലേ, ദിലീപ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇതെന്ന് പറയുന്നത് ഏതായാലും ഡിവോഴ്സ് വാങ്ങിക്കുന്നതാണ്. അപ്പോഴൊരു കാര്യം ചെയ്യാം, പ്രിയദർശൻ എന്ന് പറയുന്ന സംവിധായകന്റെ മുഖം മൂടി വലിച്ചു കയറാം എന്നുള്ള തരത്തിൽ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളും രണ്ടുപേർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം എന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് ഹിന്ദി സിനിമകളും പിന്നെ എന്ന് പറഞ്ഞാൽ IPL ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രിയദർശൻ നല്ല സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വത്തുക്കൾ കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വീതിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ലിസി പോയതിന് ശേഷം പ്രിയദർശന് ഒരു 1-2 ഹിറ്റ് മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിന് കുറേ നാൾ സിനിമ പോലും ചെയ്യാനില്ലാതെ വേറൊരു തലത്തിലേക്ക് അദ്ദേഹം പോയിരുന്നു. അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ട്, ലിസി തിരിച്ചു വരൂ, എന്തുണ്ടെങ്കിലും എനിക്ക് മാപ്പ് തരൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിലൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, ഈ ലിസിക്ക് ഏതിൻ്റെ കേടാണ്, പോയിക്കൂടെ? അതായത് ഈ ലിസിക്ക് എന്തുകൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് താമസിച്ചുകൂടാ? പക്ഷേ ഇവരുടെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോ ആയിരിക്കും. ആ ഈഗോ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഇവർ ഒന്നിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പ്രിയദർശൻ ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ലിസിയുടെ ഏതെങ്കിലും പഴയ കൂട്ടുകാരിയെ തന്നെയാണെങ്കിൽ പിന്നെ ലിസിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല. അത്രത്തോളം ലിസിക്ക് വിഷമമായിരിക്കും. അതായത് അവരുടെ ജീവിതം കണ്ടിട്ടൊന്നുമല്ല, എൻ്റെ പ്രിയേട്ടൻ എൻ്റെ സ്ഥാനം വേറെ ആൾ കൊണ്ടുപോകില്ലേ എന്നുള്ള ആ ഒരു ഭയം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ഒന്നിച്ചത് എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. നമ്മൾ മാത്രമല്ല പറയുന്നത്, പല ആൾക്കാരും ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് എന്താ പറയുക, മക്കൾ വലുതായി. ഇപ്പോഴൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ലോക എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ പണം പാരിയ സിനിമയാണ്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കല്യാണിയുടെ അഭിനയം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയുക, എന്തുകൊണ്ടാണ് ഈ അച്ഛനും അമ്മയും ഇങ്ങനെ പിരിഞ്ഞത്? ഈ മക്കളൊക്കെ ഇത്രയും നല്ലവരല്ലേ, എന്നിട്ട് ഈ അച്ഛനും അമ്മേനെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചൂടെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുമാത്രവുമല്ല, ഓരോ സിനിമകൾ വിജയിക്കുമ്പോഴും, കല്യാണിയുടെ ഓരോ സിനിമകൾ വിജയിക്കുമ്പോഴും ശരിക്കും പ്രിയദർശനും ലിസിയും അവിടെയൊക്കെ ടോപ്പിക് ആകാറുണ്ട്. അവരെന്തിനു വേണ്ടിയിട്ടാണ് പിരിഞ്ഞത്, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ള തരത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അന്നും ഇന്നും ലിസി മുൻകൈ എടുത്തിട്ട് തന്നെയാണ് വിവാഹമോചനം വേണിച്ചത്. പക്ഷെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ പ്രിയദർശന്റെ ഗതി എന്ന് പറഞ്ഞാൽ ഒരു വളരെ മോശമായ സാഹചര്യം തന്നെയായിരുന്നു. അയാൾക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ പലതരത്തിലും വിഷമങ്ങൾ ഉണ്ടായി. പലപ്പോഴും അയാൾ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ലിസി നീ തിരിച്ചു വരൂ എന്ന്. അന്നൊന്നും ലിസിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് വരികയോ അല്ലെങ്കിൽ തിരിച്ചു വരികയോ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ എന്തോ ഒരു കല്യാണമോ എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓടി ലിസി വന്നത്, വേറെ ഒന്നും അല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.